ഫ്രണ്ട്സ്, അപ്പോൾ ഞാനിന്ന് വന്നിരിക്കുന്നത് ഒരു വെറൈറ്റി മീനിൻ്റെ റെസിപ്പി ആയിട്ടാണ്. അപ്പോൾ നമ്മൾ വീഡിയോയിലേക്ക് പോകുന്നതിന് മുമ്പ് ഇതുവരെ എൻ്റെ ചാനൽ സബ്സ്ക്രൈബ് ചെയ്തിട്ടില്ലാത്തവർ ഒന്ന് സബ്സ്ക്രൈബ് ചെയ്യുക. ഒപ്പം ആ ബെല്ലൈക്കൺ കൂടി ഒന്ന് ക്ലിക്ക് ചെയ്യുക. അപ്പോൾ ഞാനിടുന്ന എല്ലാ വീഡിയോസും നിങ്ങൾക്ക് കിട്ടുന്നതാണ്. അപ്പോൾ നമുക്ക് റെസിപ്പിയിലേക്ക് പോകാം. അപ്പോൾ ഇതിനായിട്ട് നമ്മളിവിടെ ഒരു 2 ഫിഷ് എടുത്തിട്ടുണ്ട്. നമ്മൾ നല്ലതുപോലെ തന്നെ ക്ലീൻ ചെയ്ത് വരഞ്ഞെടുത്തിരിക്കുന്ന ഫിഷാണ്. ഇനി ഇതിൻ്റെ പുറത്തേക്ക് നമുക്ക് കുറച്ച് മുളക് പൊടി, കുരുമുളക് പൊടി, മഞ്ഞൾപ്പൊടി, കുറച്ച് ഉപ്പ്, ഇതെല്ലാം കൂടെ ചേർത്ത് നമുക്ക് നല്ലതുപോലെ ഒന്ന് പുരട്ടിയെടുക്കാം. ഇപ്പോൾ നമ്മുടെ ഫിഷിന് നമ്മൾ നല്ലതുപോലെ അരപ്പൊക്കെ തേച്ച് എടുത്തിട്ടുണ്ട്. ഇനി നമുക്കിതൊന്ന് ഫ്രൈ ചെയ്തെടുക്കാം. അപ്പോൾ നമ്മൾ ഫിഷ് ഒന്ന് ഫ്രൈ ആക്കി എടുത്തിട്ടുണ്ട്. ഇനി നമുക്കിത് എങ്ങനെയാണ് വറ്റിച്ചെടുക്കുന്നതെന്ന് നോക്കാം. അപ്പോൾ നമുക്ക് ഈ പൊരിച്ച മീനിനെ തേങ്ങാപ്പാലിലൊന്ന് വറ്റിച്ചെടുക്കാം. അതിനായിട്ട് ഞാനിവിടെ ഒരു ചട്ടി അടുപ്പ് വെച്ചിട്ടുണ്ട്. അതിനകത്തേക്ക് നമുക്ക് ഒരു വാഴയില ഒന്ന് വെച്ച് കൊടുക്കാം. ഇനി ഇതിലേക്ക് കുറച്ച് വെളിച്ചെണ്ണ ഒഴിച്ചു കൊടുക്കാം. ഇനി നമ്മൾ വറുത്ത് വെച്ചിരിക്കുന്ന ഫിഷ് ഓരോന്നും ഇതിനകത്തോട്ടൊന്ന് വെച്ച് കൊടുക്കണം. ഇനി ഇതിലേക്ക് നമ്മൾ എടുത്ത് വെച്ചിരുന്ന തേങ്ങയുടെ പാലാണിത്. അരമുറി തേങ്ങയുടെ പാലുണ്ട്. ഇത് നമുക്ക് ഇതിലേക്കൊന്ന് ഒഴിച്ചു കൊടുക്കാം. ഇനി ഇതിലേക്ക് നമ്മൾ ചെറുതായി നുറുക്കിയ ഇഞ്ചിയും ചെറിയ ഉള്ളിയും പച്ചമാങ്ങയും കുറച്ച് മുളകും കൂടി ഒന്ന് ഇട്ട് കൊടുക്കാം. ഇനി കുറച്ച് കറിവേപ്പിലയും കൂടി ആഡ് ചെയ്ത് നമുക്കിത് നല്ലതുപോലെ ഒന്ന് വറ്റിച്ചെടുക്കണം. നമ്മൾ മീൻ വറുക്കുന്ന സമയത്ത് ഒരുപാട് മൂപ്പിക്കേണ്ട ആവശ്യമൊന്നുമില്ല. മീൻ ഒരു ചെറിയ മൂപ്പ് മതി. ഇനി തേങ്ങാപ്പാലിലും ഇഞ്ചിയും പച്ചമുളകും എല്ലാത്തിലും കൂടെ കിടന്ന മീൻ നല്ലതുപോലെ ഒന്ന് വെന്ത് വറ്റി വരും. ഇനി മീനൊന്ന് തിരിച്ചും മറിച്ചും ഇട്ട് കൊടുത്തിട്ട് നമുക്ക് കുറച്ച് നേരം ഇതൊന്ന് അടച്ചു വെച്ച് വേവിക്കാം. ഇതൊന്ന് കുറുകി വരുന്ന സമയത്ത് ഇതിനകത്തേക്ക് ഒരു നുള്ള കുരുമുളക് പൊടിയും കൂടി ഒന്ന് ചേർത്ത് കൊടുക്കാം. അപ്പോൾ ഇതൊന്ന് വറ്റി വന്നിട്ടുണ്ട്. ഇനി നമുക്കൊന്ന് ഫ്ലെയിം ഓഫ് ചെയ്തിട്ട് കുറച്ച് പച്ച വെളിച്ചെണ്ണ കൂടി ഇതിൻ്റെ പുറത്തൊന്ന് തൂവി കൊടുക്കാം. അപ്പോൾ നമ്മുടെ മീൻ തേങ്ങാപ്പാലിൽ വറ്റിച്ചെടുത്തത് ഇവിടെ റെഡി ആയിട്ടുണ്ട്. ഇഞ്ചിയുടെയും തേങ്ങാപ്പാലിൻ്റെയും മാങ്ങയുടെയൊക്കെ ഒരു നല്ല സ്മെല്ലാണ് ഇതിന്. സൂപ്പർ ടേസ്റ്റാണ് ഇത് കഴിക്കാനായിട്ട്. ഒരു അടിപൊളി റെസിപ്പിയാണ്. എല്ലാവരും ഉറപ്പായിട്ട് ഇതൊന്ന് ട്രൈ ചെയ്ത് നോക്കണം. അപ്പോൾ നിങ്ങൾക്ക് ഈ വീഡിയോ ഇഷ്ടമായെങ്കിൽ ലൈക്ക് ചെയ്യാനും ഷെയർ ചെയ്യാനും കമൻറ്റ് ചെയ്യാനും മറക്കരുത്. ആൻഡ് പ്ലീസ് സബ്സ്ക്രൈബ് മൈ ചാനൽ. ബൈ.